അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ മുമ്പ് ഒരു ക്യാമറ എടുത്തിട്ടുണ്ടായിരുന്നു, സോണി ആൽഫ 6400. അത് ഞാൻ ഓർഡർ ചെയ്തു. അവിടുന്ന് കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോൾ എനിക്ക് കിട്ടിയ ക്യാമറ സോണി ആൽഫ 6000 ആയിരുന്നു. അപ്പോൾ അത് ഞാനെന്ത് നോണിൽ വഴി തന്നെ ഞാനത് റിട്ടേൺ ചെയ്തത് അത് എൻ്റെ ഒരു ഫ്രണ്ട് അറിഞ്ഞു. അവന് ചോദിച്ചു എങ്ങനെ എനിക്ക് ഇനി റീഫണ്ട് വന്നത് എന്നുള്ളതൊക്കെ അവൻ ചോദിച്ചറിഞ്ഞു. അപ്പോൾ ഞാനവർക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. അപ്പോൾ ആ ഒരു കാര്യങ്ങൾ അവനക്ക് മാത്രമല്ല നിങ്ങൾക്കും കൂടി അറിയണം എന്നുള്ള നിലക്കാണ് ഞാനൊരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ കണ്ട് മനസ്സിലാക്കുക എങ്ങനെയാണ് നമുക്ക് നൂണിൽ നിന്ന് ക്രെഡിറ്റ് ട്രാൻസ്ഫർ, അതോ നമ്മളുടെ ട്രാൻസ്ഫർ ക്രെഡിറ്റ് ആയിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഐറ്റം റിട്ടേൺ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സംഭവം നമുക്ക് എങ്ങനെ നമ്മളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ പോക്കറ്റിലേക്ക് ആ പൈസ നമുക്ക് റീഫണ്ടായിട്ട് കിട്ടുക എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ അതിനുള്ള വീഡിയോ ആണ് ഇന്നിപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. നമ്മളാദ്യം ഗൂഗിൾ ക്രോമിൽ ബ്രൗസർ എടുക്കുക, ഏത് ബ്രൗസറായാലും കുഴപ്പമില്ല. എന്നിട്ട് അതിൽ നോൺ സെലക്ട് ചെയ്യുക. നോൺ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ടാലും സെർച്ച് ഇതിൽ പോയി നോൺ സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നോണ് വരും. ഇതിൽ ആഡ്സ് ആയിരിക്കും ഫസ്റ്റ് വരും. ആഡ്സ് നമുക്ക് വേണ്ട. ഓക്കെ, noon.com അതെടുത്താൽ മതി. ഓക്കെ, ഇതെടുത്ത് കഴിഞ്ഞിട്ടുണ്ടായാലും നോണിൻ്റെ വെബ്സൈറ്റ് പേജ് ഓപ്പൺ ആവും, ഡയറക്റ്റ് ഓപ്പൺ ആവും. ഇതിൽ നമ്മൾ സൈൻ ഇൻ ചെയ്യണം. ഇവിടെ കണ്ടോ, ഇതിൽ പോയിട്ട് സൈൻ ഇൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാൽ ഓക്കെ. അപ്പോൾ ഇതിൽ എൻ്റെത് ഓൾറെഡി ഞാൻ മുമ്പ് സൈൻ ചെയ്തതിൻ്റെ പേരിൽ ഇതിൽ യൂസറും പാസ്വേഡും ഇതിൽ ഫീഡായി എടുക്കുന്നുണ്ട്. അത് നമുക്ക് നമ്മളുടെ അക്കൗണ്ടിൽ തന്നെ, ഗൂഗിൾ അക്കൗണ്ടിൽ തന്നെ നമുക്ക് ഫീഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതായിരിക്കും എടുക്കുന്നുണ്ട്. ഇത് നമ്മൾ സൈൻ ചെയ്യാം. സൈൻ ഇൻ കഴിഞ്ഞതിന് ശേഷം നമ്മൾ വീണ്ടും നമ്മളുടെ ഈ അക്കൗണ്ട് ഉണ്ടല്ലോ, അപ്പോൾ നമ്മളുടെ പേര് വരും, അലാസിദ്ദീഖ് എന്ന് വന്നിട്ടുണ്ട്, മൈ അക്കൗണ്ട്. ഓക്കെ, ഇതിൽ പോയി കഴിഞ്ഞാൽ ഈ ആരോയിൽ ക്ലിക്ക് ചെയ്താൽ മതി. ഈ ആരോയിൽ ക്ലിക്ക് ചെയ്യുന്നുണ്ടാൽ ഇതിൽ കണ്ടോ നോൺ ക്രെഡിറ്റ്സ് എന്ന് പറഞ്ഞിട്ട് 4ാമത്തെ ഓപ്ഷനാണ് കാണുന്നത്, നോൺ ക്രെഡിറ്റ്സ്. ഓക്കെ, ഇതിൽ നോൺ ക്രെഡിറ്റ്സ് ഓപ്പൺ ചെയ്യാം. ഇതിൽ ഞാൻ മുമ്പ് പർച്ചേസ് ചെയ്ത സാധനങ്ങൾ റിട്ടേൺ ചെയ്തതിൻ്റെ അവസ്ഥയാണ് ഈ കാണുന്നത്. സാധനം പർച്ചേസ് ചെയ്തു, അപ്പോൾ എനിക്ക് പ്രൊഡക്റ്റ് ഇഷ്ടപ്പെടാത്തത് കൊണ്ട് ഞാൻ റിട്ടേൺ ചെയ്ത സാധനങ്ങളാണ്. അപ്പോൾ റിട്ടേൺ ചെയ്തതാവുമ്പോൾ നമുക്ക് എമൗണ്ടുകൾ ഇവിടെ കാണിക്കും. ഓക്കെ, ഇവിടെ ക്യാമറ ആൽഫ 6400 ഞാൻ മുമ്പ് ഓർഡർ ചെയ്തു. പക്ഷേ എനിക്ക് എത്തിയത് ആൽഫ 6000 ആയിരുന്നു. അപ്പോൾ അതിൻ്റെ പേരിൽ ഞാൻ റിട്ടേൺ ചെയ്തു. അതുപോലെ തന്നെ ഒരു ഫ്ലാഷ് മേടിച്ചിട്ടുണ്ടായിരുന്നു, ഫ്ലാഷിൻ്റെത്. അതൊക്കെ കൂടിയിട്ട് കുറച്ച് സാധനങ്ങൾ, അതൊക്കെ ഞാൻ റിട്ടേൺ ചെയ്ത സാധനമാണ്. റിട്ടേൺ ചെയ്യാൻ എളുപ്പമാണ്. അതുപോലെ തന്നെ പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവർ ഈ അക്കൗണ്ടിലേക്ക് നമുക്ക് ക്രെഡിറ്റായി വരും. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ഈ ക്രെഡിറ്റ് അങ്ങനെ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ നോക്കാം. ഇത് കണ്ടില്ലേ, ഇതിൽ നമ്മൾ ഈ ട്രാൻസ്ഫർ, നീല ബോക്സ് കണ്ടില്ലേ, ഇതിൽ ട്രാൻസ്ഫർ ക്രെഡിറ്റ്സ്. അപ്പോൾ ഇതിൽ മുമ്പ് ഞാൻ ചെയ്തതിൻ്റെ ബാക്കിയാണ്. ഓക്കെ, ഇത് 1300 ഒറ്റയടിക്ക് നമുക്ക് 3000 റിയാലാണ് മാത്രം നമുക്ക് ക്രെഡിറ്റ് ആവുള്ളൂ. 3000ൻ്റെ മേലെ നമ്മളുടെ ബാങ്കിലേക്ക് ക്രെഡിറ്റ് ട്രാൻസ്ഫർ ആവില്ല. ഓക്കെ, അപ്പോൾ എനിക്ക് 4000 സംതിങ് റിയാൽ ഉണ്ടായി, 4145 റിയാലോളം ഉണ്ടായിരുന്നു ഇതിൽ. അപ്പോൾ അത് ഒറ്റ ട്രിപ്പിനേക്ക് ട്രാൻസ്ഫർ ചെയ്യില്ല. അപ്പോൾ ഞാൻ ആദ്യം 3000 മാത്രമാണ് ഞാൻ ട്രാൻസ്ഫർ ചെയ്തിട്ട് ബാക്കി 1145.55 ഇതിലേക്ക് എടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ട്രാൻസ്ഫർ ക്രെഡിറ്റ് കൊടുക്കുന്നു. ട്രാൻസ്ഫർ ക്രെഡിറ്റ് വയ്ക്കുന്നുണ്ടാൽ ഇപ്പോൾ നമുക്ക് ഓൾറെഡി ഞാനിപ്പോൾ അത് ഫീഡ് ചെയ്ത് വെച്ചിട്ടുള്ളതിൻ്റെ പേരിലാണ് ഇപ്പോൾ നിങ്ങൾക്ക് കാണുന്നത്. നിങ്ങൾ ഏതെങ്കിലും ബാങ്ക് അക്കൗണ്ട് ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ആഡ് ന്യൂ അക്കൗണ്ട്, ഈ ആഡ് ന്യൂ അക്കൗണ്ട് എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ അക്കൗണ്ട് നെയിം ഹോൾഡർ, ഇതിൽ നമ്മൾ എന്ത് ചെയ്യുക, നമ്മളുടെ പേരടിക്കുക. ഏത് അക്കൗണ്ട് നമ്മളുടെ പേര് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ പേരിലാണോ നമ്മളുടെ ബാങ്ക് അക്കൗണ്ടുള്ളത്, ആ ബാങ്ക് അക്കൗണ്ട് പേരടിക്കുക. അതുപോലെ തന്നെ അക്കൗണ്ട് നമ്പർ, സ്വിഫ്റ്റ് കോഡ് നമ്മളുടെ ഏതെങ്കിലും ബാങ്കിൻ്റെ നമ്മളുടെ വെബ്സൈറ്റിൽ കയറിയിട്ട് ബ്രാഞ്ച് നെയിം ഇതൊക്കെ അടിച്ച് ചെയ്യുന്നുണ്ടാവും. ഓരോ ഇതിനും ഓരോ കോഡുകളുണ്ടാവും. ആ കോഡ് എന്ത് ചെയ്താൽ മതി, ഇവിടെ അടിച്ചു കൊടുക്കുക. അതുപോലെ തന്നെ ഐബാൻ നമ്പർ നമുക്ക് നമ്മളുടെ ബാങ്കിൽ നിന്ന് തന്നെ കിട്ടും. ഓക്കെ, അതുപോലെ തന്നെ ബാങ്ക് നെയിം, ഈ ബാങ്ക് നെയിമും കൊടുക്കുക. പിന്നെ നമ്മളുടെ മൊബൈൽ നമ്പർ, എന്നിട്ട് ആഡ് കൊടുത്താൽ നമ്മൾക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന അക്കൗണ്ട് ഇതിൽ ഓൾറെഡി ആഡായി കൊടുക്കും. ഓക്കെ, ഞാനിപ്പോൾ അതങ്ങനെ എടുക്കണം, അങ്ങനെ തന്നെ ഇടുകയാണ്. എനിക്കിപ്പോൾ
ഇത്രയും എമൗണ്ട് എനിക്ക് ട്രാൻസ്ഫർ ചെയ്യണം. അപ്പോൾ ട്രാൻസ്ഫർ ഓൾ അവൈലബിൾ, ഇപ്പോൾ ഈ എമൗണ്ടാണ് ഇന്ത്യയിൽ ട്രാൻസ്ഫർ ചെയ്യാനുള്ളത്. ഞാൻ എന്ത് ചെയ്യുന്നു, ഇത് സെലക്ട് ചെയ്തു. അപ്പോൾ ഇത്രയും സംഖ്യ, ഇതിപ്പോൾ ഇതിൽ മേലെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആദ്യം ഞാൻ പറഞ്ഞില്ല എൻ്റെ കുറച്ച് വലിയൊരു എമൗണ്ട് ഉണ്ടായിരുന്നു. ആ എമൗണ്ട് നമുക്ക് മാക്സിമം 3000 മാത്രമാണ് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളത് ഇവിടെ കാണിക്കും. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ ടിക്ക് ചെയ്യുക. അതിന് ശേഷം അക്കൗണ്ട് നമ്പർ ഇന്നതാണെന്ന് നമ്മൾ ഏതെങ്കിലും ഒരുപാട് നമുക്ക് പല രീതിയിൽ അക്കൗണ്ട് നമ്പറുകൾ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഞാൻ ആദ്യം കൊടുത്ത അക്കൗണ്ടിലേക്ക് തന്നെയാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, ഇത് മാറ്റുന്നത്. അപ്പോൾ ആ അക്കൗണ്ടിൽ ഞാൻ ടിക്ക് ചെയ്തു, അതിലും ടിക്ക് ചെയ്തു. ഇതിന് ശേഷം ബൈ ക്ലിക്ക്, ഇത് നമ്മൾ ആഡ് അക്കൗണ്ട് നമ്മൾ ആദ്യം മുമ്പ് പറഞ്ഞല്ലോ, ഇതുപോലെ തന്നെ നമ്മൾ വേറെയും അക്കൗണ്ടുകൾ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതർ ബാങ്ക് അക്കൗണ്ട് നമ്മൾ മുമ്പ് ആഡ് ചെയ്തതാണെന്നുണ്ടെങ്കിൽ കേട്ടോ, അതർ ബാങ്ക് അക്കൗണ്ട്സ് ഇതിൽ നമുക്ക് പോയി കഴിഞ്ഞെന്നുണ്ടെങ്കിൽ വേറെ അക്കൗണ്ട് നമ്മൾ ഇതിൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. ഞാൻ അപ്പോൾ ഒറ്റ അക്കൗണ്ട് മാത്രമേ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളൂ. ഇതിൽ വീണ്ടും നമ്മൾ വന്നിട്ട് ബൈ ക്ലിക്കിങ് സബ്മിറ്റ്, ഇത് നമ്മളെല്ലാ കാര്യങ്ങളും സബ്മിറ്റ് ചെയ്യുക. ഓക്കെ, സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും വരിക, സബ്മിറ്റ് കൊടുക്കുക. ഈ സബ്മിറ്റ് കൊടുത്താൽ നമ്മളുടെ ഫോണിലോട്ട് ഒരു OTP വരും. നമ്മൾ രജിസ്റ്റർ ചെയ്ത ഫോൺ നമ്പറിലേക്ക് ഒരു OTP വരും. ആ OTP നമ്മൾ അടിച്ചു കൊടുക്കണം. പിന്നെ ഫോണിലേക്ക് മെസ്സേജ് വന്നിട്ടുണ്ട്. മെസ്സേജ് ബാങ്കിൽ നിന്നുള്ള മെസ്സേജ് അല്ല, സോറി, നൂണിൻ്റെ ഇതിൽ നിന്നുള്ള മെസ്സേജ് ആയിരിക്കും വരിക. നമ്മളുടെ ആ മെസ്സേജ് OTP അടിച്ചു കൊടുക്കുക, 156. ഓക്കെ, ഇനി നമ്മൾ സബ്മിറ്റ് കൊടുത്താൽ ഇപ്പോൾ ഓൾറെഡി നമ്മളുടെ ഈ ഫണ്ട് ട്രാൻസ്ഫർ റിക്വസ്റ്റ് ആയിട്ടുണ്ട്. ഇത് ഏകദേശം ഒരാഴ്ചക്കുള്ളിൽ, ഒരു 15 ദിവസമാണ് പറയുന്നത്. 15 ദിവസം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 15 ദിവസമൊന്നും പിടിക്കില്ല, നമുക്ക് ഏകദേശം 7 ദിവസം കൊണ്ട് നമുക്ക് എത്തും. ഇനി വാട്ട് ഹാപ്പൻ നെക്സ്റ്റ്, ഇത് അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഇമെയിൽ അഡ്രസ്സിലേക്ക് ഒരു റിക്വസ്റ്റ് വന്നിട്ടുണ്ടാവും. ഓക്കെ, ഇതിപ്പോൾ നമ്മളുടെ ഈ വാട്ട് ഹാപ്പൻ നെക്സ്റ്റ് അടിച്ചെന്നുണ്ടെങ്കിൽ ഇതിലോട്ട് ഇനി പോവുക. ഇനിയിപ്പോൾ നമ്മൾ നേരെ പോകേണ്ടി നിൽക്കുകയെന്ന് പറയുന്നത് നമ്മുടെ ഇമെയിൽ അഡ്രസ്സ് ഉണ്ട്. നമ്മൾ ഇതിൽ ഏത് അഡ്രസ്സിലാണോ നമ്മൾ കയറിയിട്ടുള്ളത് ആ അഡ്രസ്സിലോട്ട് പോകണം. ഞാൻ ഈ യാഹൂ അക്കൗണ്ടിലാണ് കയറിയിട്ടുള്ളത്. ഈ അഡ്രസ്സിലോട്ടൊരു മെസ്സേജ് വന്നിട്ടുണ്ടാവും. നമ്മളുടെ എൻ്റെ അക്കൗണ്ട് യാഹൂ അക്കൗണ്ട് മെയിൽ ഓപ്പൺ ആയിട്ടുണ്ട്. യാഹൂ മെയിലിൽ ആണോ ഇവിടെ തന്നെ മെസ്സേജ് വന്നിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, 1 മണിക്കൂറിനുള്ളിൽ കൺഫേം യുവർ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ്. ഓക്കെ, ഈ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് നമ്മൾ കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഇമെയിൽ വന്നിട്ടുണ്ടാവും. നമ്മളത് കൊടുത്ത ഇമെയിൽ അഡ്രസ്സിൽ നമ്മൾ ഏത് അഡ്രസ്സ് വെച്ചിട്ടാണോ നമ്മൾ ഇമെയിൽ, ചിലപ്പോൾ യാഹൂ അക്കൗണ്ട് ആയിരിക്കാം, അല്ലെങ്കിൽ ജിമെയിൽ ആയിരിക്കാം, അല്ലെങ്കിൽ ഹോട്ട്മെയിൽ ആയിരിക്കാം. നമ്മൾ ഏത് ഇമെയിൽ അഡ്രസ്സ് വെച്ചിട്ടാണോ നമ്മൾ ന്യൂൺ അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ടുള്ളത് ആ അക്കൗണ്ടിലോട്ടായിരിക്കും അഡ്രസ്സിലേക്ക് ഈ മെസ്സേജ് വരിക. നമ്മൾ 1 മണിക്കൂറിൻ്റെ ഉള്ളിൽ ഈ മെസ്സേജ് നമ്മൾ എടുത്തോളണം. ഓക്കെ, ഇമെയിൽ അഡ്രസ്സിൽ നമ്മൾ എല്ലാ ഡീറ്റെയിൽസ് എന്തൊക്കെ കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് ഇതിൽ വന്നിട്ടുണ്ടാവും. അത് കറക്റ്റ് അല്ലേ എന്ന് നോക്കുക. എന്നിട്ട് എന്ത് ചെയ്യാം, ഇത് 1 മണിക്കൂറിൻ്റെ ഉള്ളിൽ ചെയ്യണം കേട്ടോ. എന്നിട്ട് കൺഫേം റിക്വസ്റ്റ് കൺഫേം ചെയ്യാം. ഇപ്പോൾ ബാങ്ക് ട്രാൻസ്ഫർ വെരിഫൈഡ് സക്സസ്ഫുള്ളി. ഇപ്പോൾ നമ്മളുടെ ബാങ്കിലേക്കുള്ള നമ്മളുടെ നോൺ ക്രെഡിറ്റ്സ് ബാങ്കിലേക്ക് ഇപ്പോൾ ഓൾറെഡി അവർ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമ്മളുടെ ബാങ്കിലത്തെ അക്കൗണ്ടിലേക്ക് ഏകദേശം 1 ആഴ്ച കൊണ്ട്, അല്ലെങ്കിൽ ഒരു 15 ദിവസമാണ് അവർ പറയുന്നത്. 15 ദിവസത്തിനൊന്നും പിടിക്കൊന്നുമില്ല, ഏകദേശം 1 ആഴ്ച കൊണ്ട് നമുക്ക് എന്ത് ചെയ്യും, നമ്മളുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവും. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ ഉള്ളത്. അപ്പോൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം, ചോദിക്കാം. ഓക്കെ, മറ്റൊരു വീഡിയോയുമായി എത്തുന്നവരെ സൈനിങ് ഓഫ്. സിദ്ദീഖ്.